നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന 8999 വാങ്ങാൻ സാധിക്കുന്ന ഇൻഫിനിക്സ് ഹോട്ട് 11 എന്ന സ്മാർട്ട് ഫോണിൻ്റെ 2022 എഡിഷൻസ് ആണ് ഇന്ന് പരിശോധിക്കുന്നത്. ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 11 2022 പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈസ് തന്നെയാണ്. 8999 ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെന്നും എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ഉള്ളതെന്നും പരിശോധിക്കാം. ഇത്തരത്തിലൊരു പച്ച കളറിലെ ബോക്സ് ആണ് ഇവിടെ ഇൻഫിനിക്സ് എന്നും ഹോട്ട് 11 2022 എഡിഷൻ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ആൾറെഡി ഇൻഫിനിക്സിൻ്റെ ഒരു ഹോട്ട് 11 സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരുന്നു. അത് വാട്ടർ ഡ്രോപ്പ് നോച്ചൊക്കെ ആയിട്ടാണ്. പക്ഷേ ഇതിനകത്ത് 8999 പോലും 5 ഹോൾ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നേരത്തെ ഉള്ള ഹോട്ട് 11 കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് വെർഷനാണ്. നേരത്തെ ഉള്ള ഹോട്ട് 11 ഇപ്പോഴത്തെ ഹോട്ട് 11 2022 സെയിം പ്രൈസാണ്. പക്ഷേ നേരത്തെ ഉള്ള ഹോട്ട് 11 കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് ഈ ഒരു ഹോട്ട് 11 2022 എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ ഇതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ പ്രധാന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. ഈ സ്മാർട്ട് ഫോണിൻ്റെ പുറത്തുള്ള ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിമിൻ്റെ പുറത്ത് പോലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചാർജറുണ്ട്. 10 വാട്ടിൻ്റെ ചാർജറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ചാർജിങ്ങിന് മറ്റൊരു കേബിൾ നൽകിയിരിക്കുന്നു. അത് USB Type-C കേബിൾ ആയിരിക്കണേ എന്നാണ് പ്രാർത്ഥന. യെസ്, Type-C കേബിൾ തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Type-C കേബിൾ നൽകുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സിം ഇജക്ടർ പിന്നാണ്. ഒരു പ്രത്യേക പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ ഇട്ടാണ് സിം ഇജക്ടർ പിൻ ഇൻഫിനിക്സ് ഫോണുകൾ വരുന്നത്. കൂടാതെ ഈ ബോക്സിനകത്തുള്ള മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ഒരു എക്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ക്ലബ്ബ് മെമ്പർഷിപ്പ് കാർഡാണ് ഈ കൊടുത്തിരുന്നത്. ഒരു $1 പോലെ ഒരു മെമ്പർഷിപ്പ് കാർഡ് കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവലും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു കേസാണ്. ഈ പ്രൈസിനകത്ത് ഇതെല്ലാം വെച്ച് വരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ എടുത്ത് പറയട്ടെ. കേസ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസാണ്. അപ്പോൾ ഇതിനകത്ത് ഹെഡ്സെറ്റ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കുറവ്. സാധാരണ ഇപ്പോൾ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ചാർജർ പോലും ഇല്ല. ആ സമയത്താണ് 8999 ഒരു ഫോണിൽ ഈ പറഞ്ഞ കേസും ചാർജറും ചാർജിങ് കേബിളും എല്ലാമായിട്ട് വരുന്നത്. എനിവേ, ഫോണിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതേ ഇരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. ആദ്യം ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം നമുക്കൊന്ന് ഒഴിവാക്കാം. അടുത്തിടെയായിട്ട് ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അത് പറയാതെ ഇരിക്കാൻ പറ്റുന്നില്ല. യെസ്, അപ്പോൾ ഇതാണ് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 11 2022 എഡിഷൻ. ബാക്ക് സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്ലാസ്റ്റിക് ബോഡിയാണ്. പക്ഷേ ഒരു സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ കണ്ടുവന്നൊരു ഡിസൈനിൽ നിന്നൊരു വ്യത്യാസം എനിക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബാക്കിൽ ഈ ഒരു ഏരിയയ്ക്ക് ഒരു അല്പം കർവ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു മനോഹരമായിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ആ ഒരു ക്യാമറ മൊഡ്യൂളും ഒക്കെ നല്ലൊരു രസമുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെയും ഉള്ള ഒരു പ്രശ്നം പോറിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ കേസ് ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഈ ക്യാമറ മൊഡ്യൂളും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗി എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിലായിട്ട് 2 ക്യാമറകളാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് ഇതുപോലെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഒരു AI ക്യാമറ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗവും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ലൈറ്റ് ഫ്ലെയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ വേറൊരു പ്രത്യേകത, ഇപ്പോൾ ഉള്ള ഫോണുകളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ബോക്സി ഡിസൈനാണ്. ഏതാണ്ട് ഒരു ബോക്സി ഡിസൈൻ ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഏതാണ്ട് ഒരു ഫ്ലാറ്റ് സൈഡാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ ഈ ഒരു ഫോൺ വെക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഒന്ന് മെനക്കെട്ടാൽ വയ്ക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഫ്ലാറ്റ് കട്ടാണ് 4 സൈഡിലും നൽകിയിരിക്കുന്നത്. അതുപോലെ ഫോണിൻ്റെ വലത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. സാധാരണ 8999 പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകൾ കൂടുതലും ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് ബാക്കിലായിരിക്കും നൽകാറുള്ളത്. പക്ഷേ ഇവിടെ സൈഡ് മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ താഴേക്ക് വരുമ്പോൾ ഇവിടെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. USB Type-C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യം. പിന്നെ ഇവിടെ മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിലാണ് സിം ട്രേ. ഉറപ്പായിട്ടും ഈ ഒരു ഫോണിനകത്ത് ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫോണിൻ്റെ മുകളിലായിട്ട് ഇത്തരത്തിൽ 3.5mm ഓഡിയോ ജാക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണുന്നില്ല. അത് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും സാധാരണ അങ്ങനെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്ത് കാണാറില്ല. ഇനി ഇതിൻ്റെ ഒരു സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ്. ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ എപ്പോഴും ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെ ആയിരിക്കും വരുന്നത്.
ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അല്ല, ഇതൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. പ്രതീക്ഷകൾക്ക് വ്യത്യസ്തമായിട്ട് എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒരേ സമയം 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡും ഒരു ഹൈബ്രിഡ് സിം കാർഡും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്രയും നേരം കയ്യിലൊക്കെ പിടിച്ചപ്പോൾ തന്നെ കണ്ടില്ലേ, ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് നന്നായിട്ട് ഇത്തരത്തിൽ പതിയുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഫിംഗർ പ്രിന്റ് അത്തരത്തിൽ പതിയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ബാക്ക് കേസ് ഇട്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇതിൻ്റെ ഒരു വെയിറ്റ് പറഞ്ഞാൽ 194 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഓവർ വെയിറ്റ് ഒന്നുമില്ല, 200 ഗ്രാം താഴെയാണ്. ഐഡിയൽ വെയിറ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഹാൻഡിൽ ചെയ്യുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. നോർമൽ റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ ഇതിന് LCD ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോണിനകത്ത് ഈ പ്രൈസ് റേഞ്ചിൽ കണ്ടില്ലേ, സെൻറ്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിനകത്തും വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിട്ടാണ് ഫ്രണ്ട് ക്യാമറ നൽകുന്നത്. പക്ഷേ ഇവിടെ സെൻറ്റർ പഞ്ച് ഹോൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഡിസ്പ്ലേക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഡിസ്പ്ലേ മനോഹരമെന്ന് തന്നെ പറയണം. ഒരുപാട് പ്രതീക്ഷിക്കരുത്, എങ്കിലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല പാണ്ട N228 എന്ന ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു മറ്റൊരു പ്രൊട്ടക്ഷൻ ടൈപ്പാണ് ഈ പറഞ്ഞ പാണ്ട N228 എന്ന ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ലെവലിനെ കുറിച്ച് പറഞ്ഞാൽ മാക്സിമം 550 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. ഡീസൻ്റ് ആണ്, നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് വലിയ വിഷയങ്ങളൊന്നും വരത്തില്ല. ആ ഒരു ബ്രൈറ്റ്നസ് ഓക്കെ ആണെന്ന് പറയട്ടെ. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇൻഫിനിക്സിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള XOS 10 ലൈറ്റ് വെർഷനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിലവിൽ പല സ്മാർട്ട് ഫോണുകളും ആൻഡ്രോയിഡ് 12 വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ പ്രൈസ് റേഞ്ചിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണിനെ ഒരു കുറ്റവും അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ആൻഡ്രോയിഡ് 11 ഓക്കെ എന്ന് തന്നെ പറയണം. അതുപോലെ ഇത്തവണ ഈ ഒരു ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ് XOS യൂസർ ഇൻ്റർഫേസ് സാധാരണ ഒരുപാട് ബ്ലോട്ട് വെയറിനൊക്കെ പേരുകേട്ട അല്ലെങ്കിൽ പഴികേട്ട ഒരു യൂസർ ഇൻ്റർഫേസ് ആണെങ്കിൽ പോലും ഇത്തവണ ഈ ഒരു ഫോണിന് അതിൻ്റെ ഒരു ലൈറ്റർ വെർഷൻ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, എന്തിനാലും കുറച്ചൊരു ക്ലീൻ ആയിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒരു ആൻഡ്രോയിഡ് വെർഷൻ 11 കാണുന്ന ഒരു രീതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇത്തരത്തിൽ പവർ ബട്ടണിൽ സൈഡ് മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യമായിട്ട് തന്നെ എടുത്തു പറയട്ടെ. ഇതിനകത്ത് മോണോ സ്പീക്കർ ആണെങ്കിലും DTS സറൗണ്ട് സൗണ്ട് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് ഇൻഫിനിക്സിൻ്റെ ഏറ്റവും കുറഞ്ഞ ഫോണുകൾ പോലും കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് DTS സറൗണ്ട് സൗണ്ട്. അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അപ്പോൾ ഈ ഹെഡ്സെറ്റ് കണക്ട് ചെയ്താൽ നമുക്ക് DTS സറൗണ്ട് സൗണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിസോക്കിൻ്റെ T610 എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അതുപോലെ ഒരൊറ്റ വേരിയന്റ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. 4GB RAM 64GB ഇന്റേണൽ മെമ്മറി. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് 4GB RAM കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു യൂണിസോക്കിൻ്റെ ഈ പറഞ്ഞ T610 എന്ന പ്രോസസ്സർ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസറാണ്. ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്. ഈ ഒരു ഫോണിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ PUBG കളിക്കണം എന്നൊക്കെ വിചാരിച്ചാലൊന്നും നടക്കില്ല. എന്നാൽ ടെമ്പിൾ റൺ, സബ്വേ സർഫേഴ്സ് അങ്ങനെയുള്ള ഗെയിമൊക്കെ നല്ല സ്മൂത്തായിട്ട് കളിക്കാനും സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഒരു പെർഫോമൻസിനെയും നമ്മൾ അളക്കാൻ. എന്നാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇത്തരത്തിൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്നതിനോ ഇങ്ങനെയുള്ള ഈ സാധാരണ പെർഫോമൻസിനൊന്നും യാതൊരു ലാഗോ അങ്ങനെ ഇഷ്യൂസോ ഒന്നും നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇല്ല. ഫോണിൻ്റെ ബാക്ക് ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ 13 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ 2 ക്യാമറകൾ മാത്രമേ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിട്ടുള്ളൂ. ആ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറിനകത്ത് നിന്ന് ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ 13 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും ഓക്കെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ സെൽഫി ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ് ഇത്തരത്തിൽ സെൻറ്റർ പഞ്ച് ഹോളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഫോണിനകത്ത് എനിക്ക് ഏറ്റവും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് സെൻറ്റർ പഞ്ച് ഹോളിൽ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലൊരു 10 വാട്ടിൻ്റെ ചാർജറാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഇതൊരു 15 വാട്ടെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം 5000 mAh 10 വാട്ടിൽ ചാർജ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചാർജിന് ഇട്ടിട്ട് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ
അല്ലേ 7 മണിക്കൂർ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്നവർക്ക് അതൊരു പ്രശ്നവുമായിരിക്കില്ല എന്നും ഓർപ്പിക്കട്ടെ. 3 വ്യത്യസ്ത കളറുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. പോളാർ ബ്ലാക്ക്, സൺസെറ്റ് ഗോൾഡ്, അറോറ ഗ്രീൻ. അതിൽ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടത് ഈ പറഞ്ഞ പോളാർ ബ്ലാക്ക് എന്ന കളർ വേരിയൻ്റ് ആണ്. എനിക്ക് ഈ ഒരു കളർ വേരിയൻറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഡീസൻസി ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നു, ഒറ്റ വേരിയൻറ്റ് 4GB RAM 64GB, വില 8,999 രൂപ. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 10,000 രൂപയിൽ താഴെ നമുക്ക് വാങ്ങാവുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോണാണ്. പക്ഷേ നമ്മൾ ഈ ഒരു 8,999 രൂപ കൊടുത്ത് 9,000 രൂപ കൊടുത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനുള്ള വാല്യൂ ഉണ്ട്. ഈ ഫോണിൻ്റെ പ്രൈസിന് അപ്പുറത്തുള്ള ഇതിൽ നിന്നും കൂടിയ ഫോണുകൾ ലഭ്യമാകുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ, അതായത് ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും മനസ്സിൽ വെക്കാതെ ഈ പ്രൈസിന് വാങ്ങിയാൽ ഓക്കെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.